നമസ്കാരം. മലയാള സിനിമ ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. ഇപ്പോഴിതാ മലയാളത്തിൽ വീണ്ടും ഒരു ചിത്രം റിലീസിനെത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മോഹൻലാൽ റോഹൻ ആൻഡ്രൂസ് കൂട്ടുകെട്ടിലിറങ്ങിയ ഹിറ്റ് ചിത്രം ഉദയനാണ് താരമാണ് റിലീസിന് ഒരുങ്ങുന്നത്. ജൂൺ 20-ന് റിലീസ് ചെയ്യും. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം 20 വർഷത്തിന് ശേഷം 4K ദൃശ്യ മികവോടെയാണ് തിയേറ്ററിൽ എത്തുന്നത്. മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ഉദയനാണ് താരം. 2005 ജനുവരി 21-നാണ് ചിത്രം പുറത്തിറങ്ങിയത്. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രം കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് നിർമ്മിച്ചത്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരളെ എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. മികച്ച നവാഗത സംവിധായകൻ, മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ചിത്രവുമാണ് ഉദയനാണ് താരം. ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ. ജഗതി ശ്രീകുമാറിന്റെ പച്ചാളം ഭാസിയായുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സിനിമയിൽ മീന, മുകേഷ്, സലിം കുമാർ, ഇന്ദ്രൻസ്, ഭാവന എന്നിവരും വേഷമിട്ടിട്ടുണ്ട്. ഉദയനാണ് താരം റിലീസിനെത്തുന്നതിന് തൊട്ടു മുന്നേ മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി റിലീസിന് എത്തുന്നുണ്ട്. ഇതും ശ്രദ്ധേയമാണ്. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈ ജൂൺ 6-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. 4K റീമാസ്റ്റേഴ്സ് പതിപ്പാണ് ജൂണിൽ തിയേറ്ററുകളിൽ എത്തുന്നത്. സമീപകാലത്തായി റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത്. ഛോട്ടാ മുംബൈയും ഉദയനാണ് താരവും റെക്കോർഡ് കാഴ്ചക്കാരെ നേടുമെന്നാണ് ആരാധക പ്രതീക്ഷ.